ഹായ് ഗൈസ്, ഓൾ ഓഫ് യു വെൽക്കം ബാക്ക്. എല്ലാവർക്കും സ്വാഗതം. കാറ്ററ്റ് 2016 നടത്തിയ കാറ്റഗറി 1 ചൈൽഡ് ആൻഡ് ഡെവലപ്മെൻറ്റ് ആൻഡ് പെഡഗോജിയിലെ ക്വസ്റ്റ്യൻസ് ആണ് പറയുന്നത്. ക്വസ്റ്റ്യൻസ് ആൻഡ് ആൻസേഴ്സ് മാത്രമേ ചെക്ക് ചെയ്യുന്നുള്ളൂ. എക്സ്പ്ലനേഷൻസ് ചെക്ക് ചെയ്യുമ്പോൾ വീഡിയോക്ക് ലെങ്ത് കൂടും, പിന്നെ അതിന് കുറേ പ്രോബ്ലംസ് ഉണ്ടാവും, അല്ലെങ്കിൽ പിന്നെ അത് പാർട്ടായിട്ട് ചെയ്യേണ്ടി വരും. അഥവാ ഇനി അങ്ങനെ എക്സ്പ്ലനേഷൻസ് വേണമെന്നുള്ളവർക്ക് കമൻറ്റ് ചെയ്താൽ മതി. നെക്സ്റ്റ് വീഡിയോ തൊട്ട് എക്സ്പ്ലനേഷൻസ് കൊടുക്കാം. ഓക്കെ, ഇപ്പോൾ ചെയ്യുന്നത് ചൈൽഡ് ഡെവലപ്മെൻറ്റ് ആൻഡ് പെഡഗോജിയിലെ കാറ്റഗറി 1 2016 കാറ്ററ്റിൽ വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ ആൻഡ് ആൻസേഴ്സ് ആണ്. ഓക്കെ, ലെറ്റ്സ് സ്റ്റാർട്ട്. അപ്പോൾ നമുക്ക് ആ 30 ക്വസ്റ്റ്യൻസ് പറയാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ: എമോങ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് വിച്ച് ഈസ് നോട്ട് ട്രൂ റിഗാർഡിംഗ് ദ ഇമോഷൻസ് ഓഫ് ചിൽഡ്രൻ? എ. ഇമോഷൻസ് ആർ ഇൻഡീൻ. ബി. ഇമോഷൻസ് ആർ ടെമ്പററി. സി. ഇമോഷൻസ് ആർ സ്റ്റേബിൾ. ഡി. ഇമോഷൻസ് ആർ ഫ്രീക്വൻറ്റ്. ആൻസർ: ഇമോഷൻസ് ആർ സ്റ്റേബിൾ. കുട്ടികളുടെ വികാരങ്ങളുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏത്? ആൻസർ: വികാരങ്ങൾ സ്ഥിരമാണ്, അല്ലെങ്കിൽ ഇമോഷൻസ് ആർ സ്റ്റേബിൾ. സെക്കൻഡ് ക്വസ്റ്റ്യൻ: വിദ്യ, എ 4-year-old child, upon seeing an elephant for the first time, call it as cow. Which type of reasoning happened here? A. Transductive. B. Inductive. C. Deductive. D. Symbolic. Then 4 വയസ്സുകാരിയായ വിദ്യ ആദ്യമായി ഒരു ആനയെ കണ്ടപ്പോൾ അവൾ അതിനെ പശു എന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞു. ഏത് തരത്തിലുള്ള അനുമാനമാണ് ഇവിടെ നടന്നത്? ആൻസർ: ട്രാൻസ്ഡക്റ്റീവ്. തേർഡ് ക്വസ്റ്റ്യൻ: വിച്ച് എമോങ് ദ ഫോളോയിങ് മെത്തേഡ്സ് ഈസ് മോസ്റ്റ് സ്യൂട്ടബിൾ ഫോർ സ്റ്റഡിയിങ് ദ ഇൻഫ്ലുവൻസ് ഓഫ് anxiety ഇൻ ചിൽഡ്രൻ ഓൺ ദെയർ അക്കാദമിക് അച്ചീവ്മെൻറ്റ് ബൈ കൺട്രോളിംഗ് all other variables? A. സർവേ മെത്തേഡ്. ബി. എക്സ്പെരിമെൻ്റൽ മെത്തേഡ്. സി. ഒബ്സർവേഷൻ. ഡി. കേസ് സ്റ്റഡി. കുട്ടികളിലെ ഉത്കണ്ഠ അവരുടെ പഠനസിദ്ധിയെ എങ്ങനെ സ്വാധീനിക്കുന്നു എന്നതിനെക്കുറിച്ച് ശാസ്ത്രീയമായി പഠിക്കുവാൻ ബാക്കി എല്ലാ ചരങ്ങളെയും നിയന്ത്രിച്ചു കൊണ്ടുള്ള പഠന രീതി ഏതാണ്? ആൻസർ: ബി. എക്സ്പെരിമെൻ്റൽ മെത്തേഡ് ഓർ പരീക്ഷണ രീതി. ഫോർത്ത് ക്വസ്റ്റ്യൻ: എ ടീച്ചർ ഗേവ് എ കോഫി ടു എ സ്റ്റുഡൻറ്റ് who has answered correctly to the question. Here the teacher is trying to implement which of the following laws of learning? A. Law of exercise. B. Law of multiple response. C. Law of attitude. D. Law of effect. ക്ലാസ്സിൽ ശരിയായ ഉത്തരം പറഞ്ഞ കുട്ടിക്ക് ടീച്ചർ ഒരു മിഠായി നൽകി. ഇവിടെ ടീച്ചർ പ്രാബല്യത്തിൽ വരുത്താൻ ശ്രമിച്ച പഠന നിയമം ഏതാണ്? ആൻസർ: ലോ ഓഫ് എഫക്റ്റ് ഓർ ഫലനിയമം. ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ: ഡ്യൂറിങ് ഏർലി ചൈൽഡ്ഹുഡ് ചിൽഡ്രൻ യൂസ് ബോത്ത് ഹാൻഡ്സ് ടു പെർഫോം എ ടാസ്ക്. ഗ്രാജുവലി ആസ് ദേ ഗ്രോ ഓൾഡർ ദേ ക്യാൻ ഡു ദ സെയിം ടാസ്ക് വിത്ത് എയ്തർ ഓഫ് ദ ഹാൻഡ്സ്. വിച്ച് പ്രിൻസിപ്പിൾ ഓഫ് മോട്ടോർ ഡെവലപ്മെൻറ്റ് ഈസ് റിഫ്ലക്റ്റിംഗ് ഇൻ ദിസ് പ്രോസസ്? A. General to specific trend. B. Cephalocentral trend. C. Bilateral to unilateral trend. D. Proximo-distal trend. കുട്ടിക്കാലത്ത് അവരുടെ 2 കൈകൾ ഉപയോഗിച്ച് ചെയ്ത ചില കാര്യങ്ങൾ വലുതാവുമ്പോൾ അവർ ഒരൊറ്റ കൈകൊണ്ട് നിഷ്പ്രയാസം ചെയ്യുന്നത് കാണാം. ചാലകശേഷി വികസനവുമായി ബന്ധപ്പെട്ട് ഏത് തത്വമാണ് ഇവിടെ പ്രതിഫലിക്കുന്നത്? ആൻസർ: സി. ബൈലാറ്ററൽ ടു യൂണിലാറ്ററൽ ട്രെൻഡ്, അഥവാ ദ്വിപാർശ്വങ്ങളിൽ നിന്ന് ഏകപാർശ്വത്തിലേക്ക്. സിക്സ്ത് ക്വസ്റ്റ്യൻ:
Santosh, a first standard student, could not be able to answer the following question asked by his class teacher. If we add 3 apples with 2 apples, we will get 5 apples. Then, if 2 apples were removed from a set of 5 apples, how many student is due to? Options: A. Law of reversibility. B. Presence of reversibility. C. Lack of object permanence. D. Lack of seriation. 3 ആപ്പിളിനോട് 2 ആപ്പിളുകൾ ചേർന്നാൽ ആകെ 5 ആപ്പിളുകൾ കിട്ടും. അങ്ങനെ ആയാൽ 5 ആപ്പിളിൽ നിന്ന് 2 ആപ്പിളുകൾ മാറ്റിയാൽ ബാക്കി എത്രയുണ്ടാകും എന്ന് തിരിച്ച് ഒരു ചോദ്യം ചോദിച്ചപ്പോൾ ഒന്നാം ക്ലാസ്സിൽ പഠിക്കുന്ന സന്തോഷിന് ഉത്തരം പറയാൻ സാധിച്ചില്ല. പിയാഷെയുടെ അഭിപ്രായത്തിൽ ഈ അവസ്ഥയ്ക്ക് കാരണമെന്താണ്? ആൻസർ: എ. ലോ ഓഫ് റിവേഴ്സിബിലിറ്റി അഥവാ പ്രത്യാവർത്തശേഷി ഇല്ലാത്തതിനാൽ. 7th question. Which period in the development of a child is termed as toy age by psychologists? A. Early childhood. B. Infancy. C. Later childhood. D. Middle childhood. ഏത് കാലഘട്ടത്തെയാണ് കളിപ്പാട്ടങ്ങളുടെ കാലമെന്ന് മനഃശാസ്ത്രജ്ഞൻ വിളിക്കുന്നത്? ആൻസർ: എ. ഏർലി ചൈൽഡ്ഹുഡ് അല്ലെങ്കിൽ ആദ്യ ബാല്യകാലം. 8th question. In order to memorize a number of new concepts taught in the classroom, Raju made a new term by taking the first letter of each concept. Here, Raju is adopting which type of memorization technique? A. Acronym. B. Acrostic. C. Chunking. D. Metacognition. ക്ലാസ്സിൽ പഠിപ്പിച്ച പുതിയ കുറേ ആശയങ്ങൾ ഓർത്തുവെക്കാനായി രാജു ഈ ആശയങ്ങളുടെ ഓരോന്നിൻ്റെയും ആദ്യ അക്ഷരങ്ങൾ ചേർത്ത് ഒരു പുതിയ പദം സൃഷ്ടിച്ചു. ഓർമ്മിക്കാനായി ഇവിടെ രാജു സ്വീകരിച്ച മാർഗം ഏതാണ്? എ. അക്രോണിം. നെക്സ്റ്റ് 9th question. Which among the following does not belong to Jerome S. Bruner's stages of cognitive development? A. Inactive stage. B. Symbolic stage. C. Iconic stage. D. Intuitive stage. ജെറോം എസ് ബ്രൂണറുടെ വൈജ്ഞാനിക വികസന ഘട്ടത്തിൽ പെടാത്തത് ഏത്? ആൻസർ: ഇൻഡ്യൂസീവ് സ്റ്റേജ് അല്ലെങ്കിൽ ഉദഹന ഘട്ടം. 10th question. In the present circumstances, there is no use with a mere +2 certificate. After failure in the +2 examination, Revati told to her parents like this. Here Revati is adopting which type of defense mechanism? A. Identification. B. Projection. C. Rationalization. D. Repression. ഇന്നത്തെ കാലത്ത് കേവലം ഒരു +2 പാസ്സായതുകൊണ്ട് വലിയ കാര്യമൊന്നുമില്ല. +2 പരീക്ഷയിൽ പരാജിതയായ രേവതി വീട്ടുകാരോട് ഇങ്ങനെ പറഞ്ഞു. ഇവിടെ രേവതി സ്വീകരിച്ച പ്രതിരോധ തന്ത്രം ഏതാണ്? ആൻസർ: സി. റാഷണലൈസേഷൻ അല്ലെങ്കിൽ യുക്തീകരണം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Which among the following is the most suitable equation showing the relationship between heredity and environment upon the personality of an individual? ഒരാളുടെ വ്യക്തിത്വത്തിന്മേൽ പരിസ്ഥിതിക്കും പാരമ്പര്യത്തിനുമുള്ള ബന്ധം സൂചിപ്പിക്കുന്ന ശരിയായ സമവാക്യം ഏത്? ഓപ്ഷൻസ്: P = H × E. B. P = H + E. C. H = P × E. D. E = P + H. ആൻസർ: P = H × E. Next question. Which among the following is not a factor that belongs to emotional intelligence? A. Self-awareness. B. Empathy. C. Social skills. D. Self-actualization. വൈകാരിക ബുദ്ധിയുടെ സവിശേഷതകളിൽ പെടാത്തത് ഏത്? ആൻസർ: ഡി. സെൽഫ് ആക്ച്വലൈസേഷൻ അഥവാ ആത്മസാക്ഷാത്കാരം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ.
An honest child. This is the opinion about Suresh, a 7th standard student, by all the students and teachers of his school. According to Allport's theory of personality disposition, it belongs to which category of the personality type? A. Source traits, B. Secondary traits, C. Central traits, D. Cardinal traits. 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന സുരേഷിനെ കുറിച്ച് സ്കൂളിലെ എല്ലാ കുട്ടികൾക്കും അധ്യാപകർക്കും ഒരേ അഭിപ്രായം മാത്രമേയുള്ളൂ. സത്യസന്ധനായ കുട്ടി. ആൾപോർട്ടിൻ്റെ വൈയക്തിക ചിത്തവൃത്തി സിദ്ധാന്ത പ്രകാരം ഇത് ഏത് തരത്തിലുള്ള വ്യക്തിത്വ സവിശേഷതയാണ്? ആൻസർ ഡി. കാർഡിനൽ ട്രേറ്റ്സ് അഥവാ പ്രമുഖ സവിശേഷതകൾ. ദെൻ 14th question. Which among the following is an example for intrinsic motivation? A. Studying for examination. B. Participating in a running race for getting prize. C. Reading a favorite book. D. Working for getting salary. ആന്തരിക അഭിപ്രേരണയ്ക്ക് ഉദാഹരണം ഏത്? ആൻസർ സി. റീഡിങ് എ ഫേവറേറ്റ് ബുക്ക്. ഇഷ്ടപ്പെട്ട പുസ്തകം വായിക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഔട്ട് ഓഫ് ദ സ്കൂൾ സബ്ജക്ട്സ്, അംബിലി, എ 5th സ്റ്റാൻഡേർഡ് സ്റ്റുഡൻറ്റ്, ഫൈൻഡ്സ് മാത്തമാറ്റിക്സ് ആസ് ദി മോസ്റ്റ് ഡിഫിക്കൽട്ട് സബ്ജക്ട്. She could not be able to complete the mathematics related homeworks perfectly. Most of the time she got confused with addition to multiplication and subtraction to division. As result, Ambili is backward in academic areas. Which type of learning disability is experienced by Ambili? 5ാം തരത്തിൽ പഠിക്കുന്ന അമ്പിളിക്ക് ക്ലാസ്സിൽ പഠിപ്പിക്കുന്ന വിഷയങ്ങളിൽ വെച്ച് ഗണിതമാണ് ഏറ്റവും ബുദ്ധിമുട്ട് ഉണ്ടാകുന്നത്. ഗണിതപരമായി ബന്ധപ്പെട്ട ഹോംവർക്കുകൾ ഒന്നും തന്നെ ശരിയായി ചെയ്യുവാനും സാധിക്കാറില്ല. സങ്കലനം ഗുണനമായും വ്യവകലനം ഹരണമായും എപ്പോഴും മാറിപ്പോകാറുണ്ട്. തൽഫലമായി പഠനത്തിൽ പിന്നോക്കാവസ്ഥ നേരിടുകയും ചെയ്യുന്നു. ഇവിടെ അമ്പിളി അഭിമുഖീകരിക്കുന്ന പഠന വൈകല്യം ഏതാണ്? ആൻസർ ബി. ഡിസ്കാൽക്കുലിയ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. If the learning material is simple, or if the learner has any previous experience in the learner task, which of the following learning curve will occur? പഠിക്കുവാനുള്ള കാര്യം താരതമ്യേന ലളിതമാവുകയോ അല്ലെങ്കിൽ പഠിതാവിന് മുൻ പരിശീലനം കിട്ടിയതോ ആണെങ്കിൽ താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏത് തരം പഠനവക്രമാണ് ഉണ്ടാവുക? ലേണിംഗ് കർവ്. ഇതിൽ ഓപ്ഷൻ എമൗണ്ട് ഓഫ് ലേണിംഗ്, പ്രാക്ടീസ് ടൈമുള്ള ആ ഗ്രാഫ് കാണുക. ഓപ്ഷൻ ബിയിൽ സെക്കൻഡ് ഗ്രാഫ് കാണുക. ഓപ്ഷൻ സിയിൽ തേർഡ് ഗ്രാഫ് കാണുക. ഓപ്ഷൻ ഡിയിൽ ഫോർത്ത് ഗ്രാഫ് കാണുക. ഓപ്ഷൻ സിയിലെ ഗ്രാഫ് കാണുക. ഓപ്ഷൻ ഡിയിലെ ഗ്രാഫ് കാണുക. ആൻസർ ഓപ്ഷൻ ബി. ബിയിലെ ലേണിംഗ് കർവ് കാണാം. ഓക്കെ, ദിസ് ഈസ് ദ ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദി പ്രോസസ് ഇൻ ദ ക്രിയേറ്റിവിറ്റി പ്രൊസീഡ്സ് ഇൻ വിച്ച് സീക്വൻഷ്യൽ ഓർഡർ? ഓപ്ഷൻ എ പ്രിപ്പറേഷൻ, ഇൻക്യുബേഷൻ, ഇലുമിനേഷൻ, വെരിഫിക്കേഷൻ. ഓപ്ഷൻ ബി പ്രിപ്പറേഷൻ, ഇലുമിനേഷൻ, വെരിഫിക്കേഷൻ, ഇൻക്യുബേഷൻ. ഓപ്ഷൻ സി പ്രിപ്പറേഷൻ, വെരിഫിക്കേഷൻ, ഇൻക്യുബേഷൻ, ഇലുമിനേഷൻ. ഓപ്ഷൻ ഡി ഇൻക്യുബേഷൻ, പ്രിപ്പറേഷൻ, വെരിഫിക്കേഷൻ, ഇലുമിനേഷൻ. സർഗപര പ്രക്രിയയിൽ, അതായത് ക്രിയേറ്റിവിറ്റി പ്രോസസ്സിലെ ഘട്ടങ്ങൾ ഏത് രീതിയിലാണ് പുരോഗമിക്കുന്നത്? ആൻസർ എ ഫസ്റ്റ് പ്രിപ്പറേഷൻ, ഇൻക്യുബേഷൻ, ഇലുമിനേഷൻ, വെരിഫിക്കേഷൻ. അഥവാ സജ്ജീകരണം, ഇൻക്യുബേഷൻ, പ്രകാശപ്രസരണം, പുനഃപരിശോധന. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Those who attend the special class on Saturday will be exempted from homework. While saying like this, the teacher is trying to implement which type of reinforcement?
എ നെഗറ്റീവ് റീഇൻഫോഴ്സ്മെൻറ്റ്, ബി പോസിറ്റീവ് റീഇൻഫോഴ്സ്മെൻറ്റ്, സി സീറോ റീഇൻഫോഴ്സ്മെൻറ്റ്, ഡി നൺ ഓഫ് ദി എബോവ്. ശനിയാഴ്ചത്തെ സ്പെഷ്യൽ ക്ലാസ്സിൽ വരുന്നവരെ ഹോംവർക്കിൽ നിന്നും ഒഴിവാക്കുന്നതാണ്. ഇങ്ങനെ പറയുന്ന ടീച്ചർ ഏത് തരം പ്രബലനമാണ് പ്രയോഗത്തിൽ കൊണ്ടുവരാൻ ശ്രമിക്കുന്നത്? ആൻസർ എ നെഗറ്റീവ് റീഇൻഫോഴ്സ്മെൻറ്റ് അല്ലെങ്കിൽ ന്യൂന പ്രബലനം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. സം ഓഫ് ദ സ്റ്റേറ്റ്മെൻറ്റ്സ് റിലേറ്റഡ് ടു ഗ്രേഡിംഗ് സിസ്റ്റം ആർ ഗിവൺ ബിലോ. ഐഡൻറ്റിഫൈ ദ മോസ്റ്റ് സ്യൂട്ടബിൾ വൺസ്. 1. It reduces the mental stress among children. 2. Learning limited to examination season only. 3. It reduces unhealthy competitions among students. 4. Learning become interesting and joyful. Option A 1, 3, 4. Option B 1, 2, 3. Option C 1, 3, 4. 2, 3, 4. Option D 1 and 2 only. ഗ്രേഡിംഗ് സമ്പ്രദായവുമായി ബന്ധപ്പെട്ട് ചില പ്രസ്താവനകൾ ചുവടെ ചേർക്കുന്നു. അനുയോജ്യമായത് തിരഞ്ഞെടുക്കുക. കുട്ടികളിലെ മാനസിക സമ്മർദ്ദം കുറയ്ക്കുന്നു. 1. 2. പഠനം പരീക്ഷാകാലത്ത് മാത്രമായി ഒതുങ്ങുന്നു. 3. കുട്ടികൾക്കിടയിലെ അനാവശ്യ മത്സര ബുദ്ധി കുറയുന്നു. 4. പഠനം രസകരവും ആസ്വാദ്യകരവുമായി മാറുന്നു. ആൻസർ ഓപ്ഷൻ എ 1, 2, 4. കുട്ടികളിലെ മാനസിക സമ്മർദ്ദം കുറയുന്നു. പഠനം പരീക്ഷക്കാലത്ത് മാത്രമായി ഒതുങ്ങുന്നു. പഠനം രസകരവും ആസ്വാദ്യകരവുമായി മാറുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഫൈൻഡ് ഔട്ട് ദ മിസ്സിംഗ് എലമെൻറ്റ് ഇൻ മോട്ടിവേഷൻ സൈക്കിൾ. മോട്ടിവേഷൻ സൈക്കിൾ. ഫസ്റ്റ് സാറ്റിസ്ഫാക്ഷൻ, നീഡ്സ്, ജനറേറ്റ്, മോട്ടീവ്, ക്രിയേറ്റ്സ്, ഡാഷ്, ലീഡ്സ് ടു, ആക്ഷൻസ്, റിസൾട്ട്സ് ഇൻ. അഭിപ്രേരണ ചക്രത്തിൽ വിട്ടുപോയ ഭാഗം കണ്ടുപിടിക്കുക. സംതൃപ്തി, ആവശ്യം, ഉണ്ടാകുന്നു, അഭിപ്രേരണ, സൃഷ്ടിക്കുന്നു, ഡാഷ്, നയിക്കുന്നു, പ്രയത്നം, പരിസമാപ്തിയിൽ. ഓപ്ഷൻസ് എ ടെൻഷൻ, ബി ഇമോഷൻ, സി എയിം, ഡി ഹിൻഡ്രൻസസ്. ഓപ്ഷൻ എ. ആൻസർ ഓപ്ഷൻ എ ടെൻഷൻ അഥവാ പിരിമുറുക്കം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അക്കോർഡിംഗ് ടു സ്പിയർമാൻ, എ ചൈൽഡ് ഷോസ് റിമാർക്കബിൾ പെർഫോമൻസ് ഇൻ മാത്തമാറ്റിക്സ് ഡ്യൂ ടു വിച്ച് ഓഫ് ദി ഫോളോയിങ് ഫാക്ടേഴ്സ് ഓഫ് ഹിസ് ഓർ ഹർ ഇൻ്റലക്ച്വൽ എബിലിറ്റി. ഓപ്ഷൻസ് എ സ്പെസിഫിക് ഫാക്ടർ ഓൺലി, ബി ജനറൽ ആൻഡ് സ്പെസിഫിക് ഫാക്ടർ, സി ജനറൽ ഫാക്ടർ ഓൺലി, ഡി നൺ ഓഫ് ദി എബോവ്. സ്പെയർമാൻ്റെ അഭിപ്രായത്തിൽ ഒരു കുട്ടി ഗണിതത്തിൽ നന്നായി ശോഭിക്കുവാൻ കാരണം അവൻ്റെ അല്ലെങ്കിൽ അവളുടെ ബുദ്ധിശക്തിയുടെ ഏതൊക്കെ ഘടകങ്ങൾ മൂലമാണ്? ആൻസർ ബി ജനറൽ ആൻഡ് സ്പെസിഫിക് ഫാക്ടർ ഓർ സാമാന്യ ഘടകവും വിശിഷ്ട ഘടകവും ചേർന്ന്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Which among the following is the most suitable type of reinforcement for first standard children who are poor in their abilities to learn a new thing? Options A. Continuous reinforcement, B. Fixed interval reinforcement, C. Fixed ratio reinforcement, D. Variable reinforcement. 1ാം ക്ലാസ്സിൽ പഠിക്കുന്ന കഴിവ് കുറഞ്ഞ കുട്ടികൾക്ക് പുതിയ കാര്യങ്ങൾ പഠിച്ചു വരുമ്പോൾ സ്വീകരിക്കാവുന്ന ഏറ്റവും നല്ല പ്രബലന രീതി ഏത്? ആൻസർ എ കണ്ടിന്യൂസ് റീഇൻഫോഴ്സ്മെൻറ്റ് ഓർ തുടർച്ചയായ പ്രബലന രീതി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വിച്ച് ഈസ് ദി കറക്റ്റ് സീക്വൻസ് ഫോർ ദ അക്വിസിഷൻ ഓഫ് ലാംഗ്വേജ് ഫോർ ചിൽഡ്രൻ? ഓപ്ഷൻസ് എ ലിസണിംഗ്, സ്പീക്കിംഗ്, റീഡിംഗ്, റൈറ്റിംഗ്. ഓപ്ഷൻസ് ബി listening, reading, speaking, writing. C. Listening, writing, speaking, reading. D. Listening, speaking, writing, reading. കുട്ടികളിൽ ഭാഷാവികസനത്തിന് അനുവർത്തിക്കേണ്ട മുൻഗണനാക്രമം ഏതാണ്? ആൻസർ എ ലിസണിംഗ്, സ്പീക്കിംഗ്, റീഡിംഗ്, റൈറ്റിംഗ്.
ശ്രവണം, ഭാഷണം, വായന, ലേഖനം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വൈൽ ക്രൈയിങ് infants utilize their whole body. Infants utilize their whole body. But gradually as they grow older, crying behavior is limited to some of the organs in their body. Which principle of development can be observed here? Options A. Interrelationship between different aspects. Option B. Development is an individualized process. Option C. Development is a cumulative process. Options D. Development proceeds from general to specific. ചെറിയ കുട്ടികൾ കരയുമ്പോൾ അവരുടെ ശരീരം പൂർണ്ണമായും ആ പ്രവർത്തനത്തിൽ ഉൾപ്പെടുന്നു. കാലക്രമേണ കരച്ചിൽ അവരുടെ ശരീരത്തിലെ ചില അവയവങ്ങളിൽ മാത്രം ഒതുങ്ങുന്നു. വികസനത്തിൻ്റെ ഏത് സിദ്ധാന്തമാണ് ഇവിടെ കാണുവാൻ സാധിക്കുന്നത്? ആൻസർ ഡി. ഡെവലപ്മെൻറ്റ് പ്രൊസീഡ്സ് ഫ്രം ജനറൽ ടു സ്പെസിഫിക്. വികസനം സാമാന്യത്തിൽ നിന്ന് പ്രത്യേകതയിലേക്ക് എന്ന ക്രമം പുലർത്തുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Which among the following is the contribution of heredity in the development of child? A. Intelligence, race, family, status. B. Gender, intelligence, glands. C. Intelligence, family, status, nutrition. D. Intelligence, gender, birth order. ഒരു കുട്ടിയുടെ ജീവിതത്തിൽ പാരമ്പര്യത്തിൻ്റെ ഫലമായി ലഭിക്കുന്ന ഗുണങ്ങൾ ഏവ? ആൻസർ ബി. ജെൻഡർ, ഇൻ്റലിജൻസ്, ഗ്ലാൻസ്. ലിംഗഭേദം, ബുദ്ധിശക്തി, ഗ്രന്ഥികൾ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദി സജഷൻസ് ഗിവൺ ബൈ എ ടീച്ചർ ടു ദ parent of a child with special needs CWSN are given below. Select the most appropriate ones. 1. You are not alone in this case. 2. Admit your child to another school. 3. No one is perfect in this world. 4. Enjoy each and every minute happiness of the child. 5. Try to compare your child with other and find the changes. പ്രത്യേക പരിഗണന അർഹിക്കുന്ന ഒരു കുട്ടിയുടെ രക്ഷിതാവിന് ഒരു ടീച്ചറിൽ നിന്ന് ലഭിച്ച നിർദ്ദേശങ്ങൾ ശ്രദ്ധിക്കുക. ഇതിൽ നിന്ന് ഏറ്റവും ഉചിതമായവ തിരഞ്ഞെടുക്കുക. നിങ്ങൾ ഇക്കാര്യത്തിൽ തനിച്ചല്ല. നിങ്ങളുടെ കുട്ടിയെ മറ്റൊരു സ്കൂളിൽ ചേർക്കുക. ഈ ലോകത്തിൽ ആരും പരിപൂർണരല്ല. കുട്ടികളുടെ ചെറിയ ചെറിയ സന്തോഷങ്ങൾ ആസ്വദിക്കുക. നിങ്ങളുടെ കുട്ടിയെയും മറ്റു കുട്ടികളെയും താരതമ്യം ചെയ്ത മാറ്റങ്ങൾ ശ്രദ്ധിക്കുക. ഓപ്ഷൻസ് എ 1, 2, 3. ഓപ്ഷൻ ബി 2, 4, 5. ഓപ്ഷൻ സി 1, 3, 5. ഓപ്ഷൻ ഡി 1, 3, 5. ആൻസർ ഓപ്ഷൻ സി 1, 3, 5. നിങ്ങൾ ഇക്കാര്യത്തിൽ തനിച്ചല്ല. ഈ ലോകത്തിൽ ആരും പരിപൂർണരല്ല. നിങ്ങളുടെ കുട്ടിയെയും മറ്റു കുട്ടികളെയും താരതമ്യം ചെയ്ത മാറ്റങ്ങൾ ശ്രദ്ധിക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Which among the following statements is or are true with respect to growth on an individual? 1. Growth is influenced by maturation and learning. 2. Growth may or may not bring development. 3. Growth is the overall changes in an organism. 4. Growth is a functional change. ഒരു വ്യക്തിയുടെ വളർച്ചയുമായി ബന്ധപ്പെട്ട് താഴെ കൊടുത്തിരിക്കുന്നതിൽ വെച്ച് ഏറ്റവും ശരിയായ പ്രസ്താവന ഏത്? വളർച്ച പരിപക്വതയെയും പഠനത്തെയും ആശ്രയിച്ചിരിക്കും. വളർച്ച വികസനത്തിന് കാരണമായെന്നും അല്ലെന്നും വരാം. വളർച്ച ജീവിയുടെ സമഗ്രമായ മാറ്റമാണ്. വളർച്ച ഗുണാത്മകമാണ്. ഓപ്ഷൻസ് എ 1 ഓൺലി. ഓപ്ഷൻ ബി 2 ഓൺലി. ഓപ്ഷൻ സി 1 and 2 ഓൺലി. ഓപ്ഷൻ ഡി 3 and 4 ഓൺലി. ആൻസർ ഓപ്ഷൻ ബി 2 മാത്രം. ഗ്രോത്ത് മേ ഓർ മേ നോട്ട് ബ്രിങ് ഡെവലപ്മെൻറ്റ്. വളർച്ച വികസനത്തിന് കാരണമായെന്നും അല്ലെന്നും വരാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അക്കോർഡിംഗ് ടു ഫ്രോഡ്, ദ ഇൻറ്റൻസ് ഇമോഷണൽ അറ്റാച്ച്മെൻറ്റ് ഷോഡ് ബൈ അനീഷ് ടുവാർഡ്സ് ഹിസ് മദർ ഡ്യൂറിംഗ് ദ ഏർലി ചൈൽഡ്ഹുഡ് ഈസ് കോൾഡ്.
Options: A. Oedipus complex, B. Electra complex, C. Psychosexual development, D. Psychoanalysis. സിഗ്മണ്ട് ഫ്രോയിഡിൻ്റെ അഭിപ്രായത്തിൽ അനീഷ് എന്ന ആൺകുട്ടിക്ക് തൻ്റെ കുട്ടിക്കാലത്ത് അമ്മയോട് തോന്നിയ തീവ്ര വികാരം എന്താണ്? ഈഡിപ്പസ്. ആൻസർ: ഈഡിപ്പസ് കോംപ്ലക്സ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദി എഡ്യൂക്കേഷണൽ പ്രോഗ്രാം എക്സ്റ്റെൻഡഡ് ടു ദോസ് socially deprived children to bring them up to the mainstream is known as. Options: A. Compensatory education, B. Compulsory education, C. Acceleration, D. Enrichment program. സാംസ്കാരിക പ്രാതികൂല്യമുള്ള കുട്ടികളെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരുവാനായി അവർക്ക് നൽകുന്ന സവിശേഷ വിദ്യാഭ്യാസത്തെ ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? ആൻസർ: കോമ്പൻസേറ്ററി എഡ്യൂക്കേഷൻ ഓർ അനുപൂരക വിദ്യാഭ്യാസം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദി 5 broken lines in the figure appears to be a house. Which among the following Gestalt law explains this phenomenon? A. Law of similarity, B. Law of proximity, C. Law of closure, D. Law of continuity. താഴെ കൊടുത്തിരിക്കുന്ന 5 വരകൾ ഒരു വീട് പോലെയാണ് തോന്നുന്നത്. പഠനത്തിലെ സമഗ്രതാ സിദ്ധാന്തത്തിലെ ഏത് നിയമമാണ് ഈ ഒരു പ്രതിഭാസത്തെക്കുറിച്ച് വിവരിക്കുന്നത്? ആൻസർ: സി. ലോ ഓഫ് ക്ലോഷർ ഓർ സംപൂരണ നിയമം. അപ്പോൾ 2016 കാറ്റഗറി 1 സൈക്കോളജി ക്വസ്റ്റ്യൻസ് ആൻഡ് ആൻസേഴ്സ് ആണ് പറഞ്ഞത്. നെക്സ്റ്റ് വീഡിയോയിൽ 2016 കാറ്റഗറി 1 മാത്തമാറ്റിക്സിലെ 30 ക്വസ്റ്റ്യൻസ് പറയും, അതിൻ്റെ ആൻസേഴ്സ് പറയും. എങ്ങനെ സോൾവ് ചെയ്യുക എന്നുള്ളത് പറയാൻ ബുദ്ധിമുട്ടുണ്ട്. കാരണം ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്ന രീതി നിങ്ങൾക്ക് മനസ്സിലാവണമെന്നില്ല. അതുകൊണ്ട് ആ പരിപാടി ഞാൻ നിർത്തിയിട്ടുണ്ട്. പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആൻഡ് ആൻസേഴ്സ് മാത്രം പറയും. അപ്പോൾ ഓക്കെ, എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇവിടെ കാണുന്ന ഈ വീഡിയോസ് സൈക്കോളജി ആയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസാണ്. സെലക്ട് ചെയ്താൽ നിങ്ങൾക്ക് കൂടുതൽ സൈക്കോളജിക്കൽ ക്വസ്റ്റ്യൻസ് കിട്ടും. ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവർക്കും ഷെയർ ചെയ്യുക. കാറ്ററ്റിന് പ്രിപ്പയർ ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ, താങ്ക് യു.